അപ്പം ഞങ്ങൾ പോകണേ. നമ്മുടെ എവിടെയാ വന്നേക്കണ? ഡാം കാണാൻ വേണ്ടി വന്നേക്കണ. അപ്പം ഭൂതത്താൻകെട്ടിലുള്ള എങ്ങോട്ടും ഞങ്ങൾ പോണേന്ന് എനിക്കറിയാം. പക്ഷേ ഇവിടെ ചുറ്റിലും കാടാണെന്ന് മാത്രം എനിക്കറിയാം. ബാക്കിയൊന്നും എനിക്കറിയത്തില്ല. ഞാൻ ആദ്യമായിട്ട് വരുക. ഞങ്ങളപ്പോൾ ചേച്ചിമാരൊക്കെ ആദ്യമേ പോയി. ഞങ്ങളിപ്പോൾ പൊക്കോണ്ടിരിക്കണേണ്. നിങ്ങൾ കണ്ടില്ലേ, ഞങ്ങൾ വന്ന വഴിയാണ്. അത് കാണാനൊക്കെ നല്ല രസമുണ്ട്. ഇങ്ങനെയാണ് പേടിയും ആവുന്നുണ്ട്. ഇവിടെ നിന്ന് ഒരു ആന വന്നാൽ ഓടേണ്ടത് എങ്ങടാന്ന് പോലും ഞങ്ങൾക്ക് അറിയത്തില്ല. പക്ഷേ എൻജോയ് ചെയ്ത് പോകാൻ നല്ല രസമുണ്ട്. നമ്മുടെ എന്താ പറയുക, നമ്മുടെ ഇൻഗോസ്റ്റ് ഹൗസിൽ മറ്റേ ജഗദീഷ് പറയണ പോലെ വിജിലംബിച്ച റോട്ടിൽ കൂടെയൊക്കെയാണ് ഞങ്ങൾ വിജിലംബിച്ച റോഡല്ല, വിജിലംബിച്ച വഴികളിലൂടെയാണ് ഞങ്ങൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. വഴിതെറ്റിപ്പോയ ഞങ്ങളുടെ ടീംസിനെ ഞങ്ങൾക്ക് കണ്ടു കിട്ടിയത് അവിടെ നിൽപ്പുണ്ട്. പിന്നെ ഞങ്ങൾ അവരുടെ അടുത്തേക്ക് നടക്കുന്നതാണ് ഗൈസ്. ഇതെല്ലാം ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞ ആൾക്കാർ ഇറങ്ങി വരുന്നുണ്ട്. ചേച്ചിമാര് ഞങ്ങളുടെ സഫു. ഹായ് പറയൂ സഫു. ഹായ് പറയൂ. അവിടെ കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു ഗൈസ്, ട്രിപ്പ് വരുന്നു. അതായത് ഫാമിലി ആയിട്ട് പോയിട്ടുണ്ട്. ഇങ്ങനെ കുറേ നാൾക്ക് ശേഷം പോകുന്നത്. ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്തൊക്കെ പോയിട്ടുണ്ട്. പിന്നെ ഞാൻ പോയിട്ടില്ല ഒറ്റയ്ക്കൊന്നും. അപ്പോൾ ഞങ്ങളുടെ കുറേ നാളത്തെ ആഗ്രഹമാണ് സാധിച്ചത്. ഞങ്ങൾ വർക്കിൻ്റെ സ്ഥലത്ത് നിന്ന് ഞങ്ങൾ ലേഡീസ് എല്ലാവരും കൂടി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഈ പൊട്ടനെ നിങ്ങൾക്ക് അറിയാമല്ലോ, എൻ്റെ എല്ലാത്തിലും ഉണ്ടാകും. ഞങ്ങൾ ഒരുമിച്ചാണ് ഡിഗ്രി പഠിച്ചിരുന്ന സമയത്ത് ട്രിപ്പ് പോയേക്കുന്നത്. പിന്നെ ഞങ്ങൾ പോയിട്ടില്ല ഒരുമിച്ച്. പിന്നെ ഞങ്ങൾ ഫ്രണ്ട്സിൻ്റെ വീട്ടിലൊക്കെ പോയിട്ടുണ്ട്. ഇങ്ങനെ എവിടെ ഞങ്ങൾ പോയിട്ടില്ല. അപ്പോൾ ഭയങ്കര സന്തോഷത്തിലായിരുന്നു. അതിനുള്ള കൊച്ചിൻ്റെ ഫോൺ ചെറുതായിട്ടൊന്ന് ഡിസ്പ്ലേ ചീത്തായി. അതിൻ്റെ ഒരു വിഷമം ഞങ്ങൾക്കുണ്ട്. കാരണം വ്ളോഗറാണല്ലോ. പക്ഷേ ആ പോയ ഫോണിൽ ഞങ്ങൾ വീഡിയോ എടുക്കും. എടുക്കണ്ട്. അതാണ് ഞങ്ങളുടെ കഴിവ്. അപ്പോൾ നമുക്ക് അടുത്ത കാഴ്ചകൾ കാണാം. ഫോക്കസ് ചെയ്ത് നടക്കുന്ന സീനാമ്മ. പൊളഞ്ഞുള്ള
വഴികളാണ് ഗൈസ്. ആ ആ പക്ഷെ ഇതിനൊരു വളവുണ്ട് അത് നല്ല ഊഞ്ഞാൽ, അത് നേരെയുള്ള ഊഞ്ഞാൽ. വെള്ളമൊക്കെ ഉണ്ട്, കുറെ പാറകളുണ്ട്, കുന്നുണ്ട്, മലയുണ്ട്. അടിപൊളി സ്ഥലം. ഗുഹയിൽ കയറാൻ പോണേണ് ഗൈസ്. ഇത് ഞങ്ങളുടെ പടയാളിയാണ് ഗൈസ്, ഈ മുന്നിൽ പോകുന്നത്. 2 പടയാളികളുണ്ട് ഞങ്ങൾക്ക്. കാടൊക്കെ കണ്ടിറങ്ങി, കാടൊക്കെ കണ്ടിറങ്ങി. അടുത്തത് എങ്ങോട്ടാ? അയ്യോ ചത്ത്. അടുത്തത് ഇനി മറ്റേ വടാട്ടുപാറ അവിടെ പിന്നെ പാപ്പന്തിനോ. അടുത്തത് നമ്മൾ വടാട്ടുപാറയിലേക്കാണ് പോകുന്നത്. എൻ്റെ സീനാക്കൂടെ ഒരു ഫ്രണ്ടിനെ കിട്ടി ഗൈസ്. ബാഗിലാക്കിക്കോ, വീട്ടിൽ കൊണ്ടുപോവാ. ആണോ? കുഞ്ഞുണ്ടാ? ഉള്ളിലാണോ പുറത്താണോ? കുഞ്ഞിനെ വിളിച്ചിട്ട് വാ, വീട്ടിൽ പോവാ. ആ അച്ചുടാ, ഇഷ്ടായടാ. ഡ്രസ്സൊക്കെ മാറ്റി ഫുഡ് കഴിക്കാനുള്ള സ്ഥലത്തേക്ക് പോകണേ, അതായത് വടാട്ടുപാറ. അപ്പം ഞങ്ങൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു. വാട്ടർഫോൾസ് ഉണ്ട്, അപ്പം അവിടെ നിന്ന് നമുക്ക് വെള്ളത്തിൽ ഇറങ്ങാം. അപ്പം ഞങ്ങൾ അതിന് വേണ്ടിയിട്ട് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ടാണ് പോകുന്നത്. വെള്ളത്തിൻ്റെ മൂലയിലിരിക്കുന്ന കണ്ടോ നിങ്ങൾ? നമുക്കിനി അവിടെ ചെന്നിട്ട് നോക്കാം. അടുത്ത സ്പോട്ടിലെത്തി ഗൈസ്. നമ്മൾ കുറച്ച് ഇവിടെ വെള്ളച്ചാട്ടം ഉണ്ട്, പക്ഷെ ഇവിടെ ഇറങ്ങാൻ പറ്റത്തില്ല. അപ്പം നമുക്ക് നോക്കിയിട്ടൊക്കെ വരാം. ഞങ്ങൾ ഈ സ്പോട്ടിൽ നിന്ന് ഇവിടെ വെള്ളമില്ല, അതായത് ഇവിടെ അപകടങ്ങൾ നടന്നിട്ടുള്ളതുകൊണ്ട് ഇവിടെ നമ്മളെ കയറ്റത്തില്ല. അവിടെ ബാരിക്കേറ്ററൊക്കെ വെച്ചിട്ട് അടച്ചേക്കണേണ്. അപ്പം ഞങ്ങൾ ഇവിടെ നിന്ന് വേറൊരു സ്പോട്ടിലേക്ക് എന്തോ നടക്കാൻ വേണ്ടി പോണേന്ന് തോന്നുന്നു, അതോ ജസ്റ്റ് വണ്ടിക്ക് തന്നെ വേറൊരു സ്പോട്ടിലേക്ക് ഞങ്ങൾ പോകാൻ പോണേണ്. ഇനിയിപ്പോൾ ഞങ്ങൾക്ക് വേറൊരു സ്പോട്ടിൽ പോയി ഫുഡ് കഴിക്കണം. ഞങ്ങൾ ഇവിടെ വന്ന് ഫുഡ് കഴിക്കാമെന്നാണ് ഓർത്തേച്ചത്, ബട്ട് ഇവിടെ ഞങ്ങൾക്ക് ഫുഡ് കഴിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ബാരിക്കേറ്റർ വെച്ചേക്കണോണ്ട് നമുക്ക് പറ്റത്തില്ല. ഞങ്ങൾക്ക് അതുകൊണ്ട് അടുത്ത സ്പോട്ടിലേക്ക് പോണേണ്. അപ്പം നമുക്ക് അടുത്ത സ്പോട്ടിലത് കാണാം. അപ്പോൾ നമ്മൾ ഇവിടെ കുറച്ച് പേര് വന്നായിരുന്നു. അപ്പോൾ നമ്മൾ അവരോട് ചോദിച്ചപ്പോൾ കയറാൻ പറ്റുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് കയറാൻ വേണ്ടി പോണേണ്. ഉള്ളിൽ എന്തൊക്കെയുണ്ട്, എങ്ങനെയാണ് വാട്ടർഫോൾസ് എങ്ങനെയാണെന്നൊക്കെ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്ത് നോക്കാം. ഞങ്ങൾക്ക് ഇവിടെ ഇറങ്ങണില്ല, കാരണം ഇവിടെ ഇറങ്ങാൻ പറ്റത്തില്ല, ഡേഞ്ചറാണ്. കാരണം ഇവിടെ എന്തോ അപകടമൊക്കെ നടന്നിട്ടുണ്ട്, അതുകൊണ്ട് നമ്മളിവിടെ ഇറങ്ങത്തില്ല. അവിടെയൊക്കെ കണ്ട, ഇതാണ് സ്പോട്ട്. നമുക്ക് ജസ്റ്റ് നോക്കാം. ഇതാണ് ഞങ്ങളുടെ റീനാമ്മ. റീനാമ്മ ഹായ് പറ. ഹായ്. ഹായ് എടുത്തു കൈ കാണിച്ചു പോയി. ഇതാണ് സ്ഥലം ഗൈസ്. ഈ അടുത്ത് എന്തോ അപകടം നടന്നിട്ടുണ്ടെന്ന് പറയാനുണ്ട്.
അതുകൊണ്ടാണ് കേട്ടോ ഇവിടെ ഇറങ്ങാൻ പാടില്ല എന്ന് പറയുന്നത്. ബട്ട് നല്ല രസമുണ്ട് കാണാനായിട്ട്. നമ്മൾ ഈ കാണുന്ന പോലെ അല്ല, നല്ല ആഴ്ച ഉണ്ടെന്നാണ് പറയുന്നത്. നല്ല താഴ്ച ഉണ്ടെന്നാണ് പറയണത്. കാണുമ്പോൾ അധികം താഴ്ച ഇല്ലാന്ന് തോന്നും, ബട്ട് നല്ല താഴ്ച ഉണ്ടെന്നാണ് പറയുന്നത്. ഇതാണ് സ്ഥലം. ഈ മരം എന്തോ ഇടിമിന്നലേറ്റ് കത്തിയതാണെന്നാ, എന്തൊക്കെയോ സംഭവങ്ങൾ ഈ മരത്തിനുണ്ട്. അപ്പോൾ ഇവിടെ ഉള്ള ആൾക്കാരെന്തോ പറഞ്ഞതാ അത്. ഈ മരത്തിൽ ഇടിമിന്നലേറ്റിട്ട് ഒരു കൊച്ചു നിന്ന് കത്തിയിട്ടുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. എങ്ങനെയാണെന്ന് നമുക്കറിയത്തില്ല. അപ്പോൾ നമുക്ക് അധികം നേരം ഇവിടെ നിൽക്കണ്ട, എനിക്ക് പേടിയാവുന്നുണ്ട്. നമുക്ക് അങ്ങോട്ട് പോവാം. അങ്ങോട്ടേക്ക് അധികം ഉണ്ടെന്നാണ് പറയണത്. നമുക്കപ്പം അങ്ങോട്ടേക്ക് നടന്ന് നോക്കാം. എന്താ അങ്ങോട്ട് ഇറങ്ങാൻ പറ്റുമെന്നാ അങ്ങനെ എന്തൊക്കെയോ പറയുന്നുണ്ട്. അതായത് ഇവിടുത്തെ കുറച്ച് ആൾക്കാരെ ഞങ്ങൾക്ക് വഴിയിൽ നിന്ന് കിട്ടി. അവരെയാണ് ഞങ്ങളിപ്പോൾ നയിച്ചുകൊണ്ട് പോകുന്നത്. അപ്പം നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. നോക്കിയേ ഗൈസ്, ഇതൊക്കെ എന്താ അടിപൊളിയാണെന്നോ. ഞാൻ ഇങ്ങനെ കുറേ നാൾക്ക് ശേഷം, എനിക്ക് ഒരു 7 വർഷത്തോളം എത്തിയിട്ടാണ് ഞാനിപ്പോൾ ഇങ്ങനൊരു ട്രിപ്പ് വരുന്നത്. അതുകൊണ്ട് തന്നെ എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഒരു കാണാൻ നല്ല ഭംഗിയുണ്ട് ഗൈസ്. അവരങ്ങോട്ട് പോകുന്നുണ്ട്. നമുക്കൊക്കെ അങ്ങോട്ട് നടന്നു പോകാം. അവിടെ ആൾക്കാരെന്തോ അലക്കാൻ വേണ്ടി കൊണ്ടുവന്നേക്കണതാണെന്ന് തോന്നുന്നു ഡ്രസ്സൊക്കെ. കണ്ടാ? വാവ്. പക്ഷെ ഇവിടെയൊക്കെ റിസ്ക് ആണെന്ന് തോന്നണേ ഇറങ്ങണത്. കാരണം പാറക്കെട്ടും നല്ല ഒഴുക്കുണ്ട്. ഇപ്പം എങ്ങാനും ഒഴുക്കി പെട്ടുപോയിക്കണേ എങ്ങാണ്ടൊക്കെ എത്തും. അതുകൊണ്ട് നമുക്ക് റിസ്ക് എടുക്കണ്ട, നമുക്ക് പോവാം. കാടും മലയും കുടിയും താണ്ടി നമ്മൾ നടക്കുകയാണ്. നമുക്ക് എന്താണ് നടന്ന് പോവാം. എൻ്റെ കൂടെ വേറൊരു വ്ളോഗർ ഉണ്ട് ഗൈസ്, സീന ആൻ്റണി. നമുക്ക് ചാടിയും മറിഞ്ഞൊക്കെ പോവാം. കുളക്കട വേണമെന്ന് തോന്നുന്നു ഗൈസ്. കുറേ ആൾക്കാർ കുളിക്കാനൊക്കെയുണ്ട്. നമുക്ക് കുളക്കടവിലേക്ക് ഇറങ്ങാം. ജെസിയ. കിട്ടി ഗൈസ്. അങ്ങനെ ഞങ്ങൾ വണ്ടി കയറി സ്കൂളിലേക്ക് സമയം. ഗായ്സ്, അപ്പം ഞങ്ങൾ അടുത്ത സ്ഥലത്തെത്തി. അപ്പം ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോണേണ്. അപ്പം നമുക്ക് ഫുഡ് കഴിക്കാത്ത കാണിച്ചു. ഇതാണ് വടാറ്റുപാറ. വടാട്ടുപാറയിലെത്തി ഞങ്ങളുടെ ഡെസ്റ്റിനേഷൻ ഇതായിരുന്നു. അപ്പോൾ അവിടെ എത്തി ഞങ്ങൾ പാപ്പം കഴിക്കണം, വെള്ളത്തിൽ കുളിക്കണം, അങ്ങനത്തെ പരിപാടികൾക്കായിട്ട് പോകുവാണ്. അടുത്ത സ്ഥലത്തേക്ക് നടക്കണം. അന്ന് ഞാൻ വീഴാൻ പോയതാ. നിങ്ങൾ അതൊന്നും കാര്യമാക്കണ്ട. ഫ്രഷ് പോലെ ഇരിക്കും. ഇങ്ങനെ കാണിക്ക്.
ബാബാ നീ നമ്മളെ ചോറ് നോക്കിയാ നമുക്ക് ചോറ് കൊടുക്കും മുളക് എന്താ കറി എന്താ നിങ്ങൾക്കൊക്കെ ചാള വത്തത് എനിക്കറിയാൻ എന്റെ അച്ചിങ്ങുണ്ട് ആ ചോറ് നല്ല ടേസ്റ്റ് ആയിരിക്കും അങ്ങനെ വേണം മീൻ ഭർത്താവാണ് ചാള തരം 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 ഇവിടെ ഉണ്ടടി അതാണ് ന്യൂസ് പേപ്പർ ചെറിയ പീസ് വരും പാപ്പ ജസിയുടെ പാപ്പ അത് പാപ്പ എല്ലായിടത്തും പാപ്പ മഴ കൂടി ഇന്ന് വേസ്റ്റാ മഴ വരുന്നു തുടങ്ങി ഇത് മഴ പെയ്യുന്നുണ്ട് പോകാം മഴക്കാറാണ് മഴയാണ് ഗൈസ് കണ്ട ഗൈസ് മഴ പെയ്ത് ഗൈസ് ചായ കുടിച്ചു ഗായ്സ് ചായയുടെ വാഷ്റൂം പോകുന്ന സ്ഥലത്ത് വന്നിട്ട് ഇവിടെ നല്ല കാറ്റും മഴയായിരുന്നു ഗായ്സ് കാറ്റും മഴയത്ത് കുറേ സ്ഥലത്ത് മരങ്ങളെല്ലാം വീണ് കിടക്കും റോട്ടിൽ വീണിട്ട് ഫയർഫോഴ്സ് വന്ന് മുറിച്ചൊക്കെ എടുക്കുന്നുണ്ട് അപ്പോൾ ഭയങ്കര കാറ്റും മഴയുമായിരുന്നു പക്ഷേ മലയുടെ പക്കത്തു നിന്നുള്ള മഴ കിടുക്കാഴ്ചയായിരുന്നു ഗൈസ് ഇപ്പം നമ്മുടെ കൊച്ചിയിൽ മഴയുണ്ടെന്നും പറഞ്ഞ് വിളിച്ചിട്ടുണ്ടായിരുന്നു ഇടിവെട്ടൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് അടുത്ത സ്ഥലത്ത് വെച്ചിട്ട് കാണാം. അപ്പോൾ ഇത്ര ഉള്ളൂ ഗൈസ് വടാറ്റുപാറയിൽ പോയതിൻ്റെ ട്രിപ്പിൻ്റെ വീഡിയോ. ഞങ്ങൾ തിരിച്ചു വരുന്നതിലേക്ക് നല്ല ഡാൻസൊക്കെ ആയിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.